ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു ക്രിമിനൽ കേസിന്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിനു ശേഷം അവരെ പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എന്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല. ഞാൻ കോടതിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ആദ്യത്തെ ഒരു സംഭവമാണിത്. അവര് പോയത് അപ്പീലാണ്. ആ അപ്പീൽ പോയതിന്റെ അകത്ത് അപ്പീൽ പോയ വിഭാഗത്തിന്റെ ആളുകളെയാണ് ഇപ്പോ ആ കേസിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ആ കേസിന്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട്. 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് ആ കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതവും മുൻകൈയുമില്ല എങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല. ചന്ദ്രശേഖരന് നേരത്തെ ഒരു വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവന് വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു കാലത്ത് തീപ്പൊരിയായിരുന്നു ചന്ദ്രശേഖരൻ. CPM-ന്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത്. പക്ഷേ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നപ്പോ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കോടതി അതുപോലെ വിലയിരുത്തി എന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട്. ഇപ്പോ 2 പേർക്കും കൂടെ ശിക്ഷ കൊടുത്തിരിക്കുന്നു. 2 പേർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ശിക്ഷ പൂർണ്ണമാവുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഇതിന് നേരത്തെ ഈ സംഭവത്തിന് നേരത്തെ പറഞ്ഞു കേട്ട സംഭവമാണ്. അവിടുത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവരുടെ ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു കേട്ടതാണ്. അവിടെ ഒരു പിണറായി വിജയൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു, ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. പിണറായി വിജയൻ കൊടുത്ത ഒരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിന്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടവലിയായിരുന്നു. ഇതിന്റെ പിറകിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് കോഴിക്കോട് ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറെ ആളുകൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ. സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ CPM-നെ പോലത്തെ ഒരു പാർട്ടിയിലെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് പിണറായി വിജയന്റേതാവാനാണ് സാധ്യത. തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം. ഒരിക്കൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ശരിവച്ചെന്ന് മാത്രമല്ല 2 CPM നേതാക്കൾക്ക് കൂടി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. A. കൃഷ്ണൻ, ജ്യോതി ബാബു എന്നീ CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ വിചാരണ കോടതി വിട്ടയച്ചവരാണ് ഇവർ. പുതുതായി അവർക്ക് അനുകൂലമായ വിധി വാങ്ങാനാണ് പോയത്. പക്ഷേ കിട്ടിയത് അവർക്ക് ശിക്ഷയാണ്. ശിക്ഷ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. TP ചന്ദ്രശേഖരനെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ റോഡിൽ ചെതറി വീഴുമെന്നും പ്രസംഗിച്ച ആളാണ് കൃഷ്ണൻ. അതൊക്കെ നേരത്തെ വന്നതാണ്, ചർച്ച ചെയ്ത വിഷയങ്ങളാണെന്നൊക്കെ. ജ്യോതി ബാബു കൊലയാളികളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകളാണ് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി C. മോഹനെ വിട്ടയച്ചതാണ് വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത. ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് KK രമ MLA തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ കോൺഗ്രസും പിന്താങ്ങുന്നു. കോഴിക്കോട്, കണ്ണൂർ എന്നീ 2 ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകമാണ്. അതുകൊണ്ട് ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു കൊലപാതകം അരങ്ങേറില്ല. TP ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത്. കൊലയ്ക്ക് ശേഷവും കുലംകുത്തി തന്നെ എന്ന് പിണറായി ആപത്തിൽ ചുറപ്പിക്കുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല. കുലംകുത്തി തന്നെ എന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഗുണത്തിന്റെ ആർജവത്വമല്ല എന്നാണ് എന്റെ വിലയിരുത്തൽ. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പാടിക്കൽ രാമകൃഷ്ണന്റേത്. ആ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ. പിന്നീട് എത്രയെത്ര കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നത് നിങ്ങൾക്കറിയാമോ? എന്റെയൊക്കെ ഇടതും വലതും ഇരുന്ന 10-28 ചെറുപ്പക്കാരെ വെട്ടിനുറുക്കിയ മണ്ണാണ് വടക്കൻ മണ്ണ, മലബാറിന്റെ മണ്ണ്. 10-28 ചെറുപ്പക്കാരെ. ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ട് നിൽക്കുകയാണ്. ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി.
ആരായിരിക്കും? വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉന്നതനായ ഒരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു. കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത്. ആ നടക്കുന്ന അക്രമത്തിന്റെ പിറകിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2013 ദിവസമാണ് TP വധക്കേസിലെ കൊടിസുനി എന്ന് പറയുന്ന പ്രതി പരോളിൽ പോയത്. 2013 ദിവസം LDF അധികാരത്തിൽ വന്നതിന് ശേഷം 2013 ദിവസമാണ് അദ്ദേഹം പരോളിൽ പോയത്. ഏതെങ്കിലും ഒരു കൊലക്കേസിൽ അങ്ങനെ ഒരു പ്രതി പോകുമോ? പ്രതിക്ക് പെർമിഷൻ കൊടുക്കുവോ? കൊടുക്കാൻ ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സത്യത്തിൽ കൊടിസുനി ഏത് ജയിലിലാണോ ആ ജയിൽ ഭരിച്ചത് കൊടിസുനിയാണ് എന്നത് സത്യം. ഇപ്പൊ കണ്ണൂർ ജയിൽ എനിക്കറിയാം, കോഴിക്കോട് ജയിലും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അവസാനത്തെ വാക്ക് ജയിൽ സൂപ്രണ്ടിന്റേതല്ല, കൊടിസുനിയുടെ വാക്കാണ്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ജയിൽ ഉള്ളം കൈയിലെടുത്ത് അമ്മാനമാടിയവരാണ് കൊടിസുനിയും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകന്മാർ. പാർട്ടിയും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത്. TP ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് UDF ഭരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ്. കണ്ണൂരിലെ കൊലപാതക പരമ്പരകൾക്ക് ശമനം കൊണ്ടുവരാൻ അന്വേഷണത്തിന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ കൊലപാതക കേസിനകത്ത് ഇനിയും ആളുകൾ പങ്കുള്ളവർ ഇനിയും പുറത്തു വരാനുണ്ട്. ആ പുറത്തു വരേണ്ടവർ വരണം, അല്ലെങ്കിൽ അവർ വരുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നിയമവുമായി കോടതിയുമായി മുൻപോട്ട് പോകാൻ രമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ അവർക്കുണ്ടാവും. സത്യം പുറത്തു വരണം. യഥാർത്ഥ കൊലയാളി ഇതാരാണ്? ഇതിന്റെ സൂത്രധാരകൻ ആരാണ്? ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ഉന്നത ശക്തി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരന്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ മൃതദേഹം കിടന്നപ്പോ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോ അമ്മക്ക് ചന്ദ്രശേഖരന്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ അമ്മ ഇങ്ങനെ തപ്പുകയാണ്. മുഖത്ത് ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല, തറച്ചതാണ് ശരീരം മുഴുവൻ, മുഖമടക്കം മറച്ചതാണ്. ഞാൻ നോക്കിക്കണ്ടത് എന്താണത്. അത്ര ഭീകരമായൊരു കൊലപാതകം. ആ മുൻകൂട്ടി അവർ അതുപോലെ തന്നെ ഏതാണ്ട് ചെയ്തു ചന്ദ്രശേഖരന്റെ കൊലപാതകം. അത്ര ക്രൂരമായൊരു കൊലപാതകം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു കൊലപാതകം സമാനതയുടെ മറ്റൊരു കൊലപാതകം ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ പുള്ളികളെ, യഥാർത്ഥ നേതാക്കന്മാരെ, യഥാർത്ഥ ബുദ്ധികേന്ദ്രത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മോഹന മാസ്റ്ററും പ്രതിയാണ് കുറ്റക്കാരനാണെന്നുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പീൽ പോയപ്പോഴും അദ്ദേഹത്തെ വീണ്ടും ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉയർത്തിയാണ് CPM ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. ഈ കേസിൽ CPM-മായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിന് അത് ഒരു തിരിച്ചടിയാണ് മോഹൻ മാസ്റ്റർക്ക് എന്നുള്ളതാണ്. അപ്പൊ ശിക്ഷിച്ചവരോ? നമ്മൾ അതങ്ങേറ്റങ്ങ് പറഞ്ഞൂടെ? ശിക്ഷിച്ചവരായിരുന്നു പങ്കെടുത്തവരാണ്. മോഹൻ മാസ്റ്റർക്ക് പങ്കില്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ. മോഹനം ഭാഷയെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാ, ഒരു തീരുമാനമെടുത്ത് ഇപ്പോഴും യഥാർത്ഥയാളിന്റെ ശബ്ദവും പേരും പുറത്തു വന്നിട്ടില്ല. ഇതിന് തീരുമാനമെടുത്ത നേതൃത്വമുണ്ട് CPM-ന്റെ. എല്ലാവർക്കും അതറിയാം, പച്ചയായ എല്ലാവർക്കും അതറിയാം ആരുടെ നേതൃത്വമാണ്, ആരുടെ നിർദ്ദേശമാണ് ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ പിറകിൽ നിന്ന്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ പാർട്ടിക്കാർക്കും അറിയാം, എല്ലാ പാർട്ടിയിലെയും ആളുകൾക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവരെ പേരൊന്നും വന്നില്ലല്ലോ ഇതിനകത്ത്. അതിനകത്തൊരു സാമ്യമില്ല, പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. അങ്ങനെ പൂക്കട എന്താ പൂക്കട
അത് എല്ലാം ഈ ഉന്നയിച്ചതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ലല്ലോ. അതിനകത്ത് വസ്തുതകളുണ്ട്. കോടതിയുടെ മുമ്പിൽ കോടതിക്കത് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന തെളിവുകളാണ് പ്രശ്നം. ചിലപ്പോൾ വലിയ സംഭവം നടന്നിട്ടുണ്ടാവും, പക്ഷേ അതിന് തെളിവുണ്ടാവില്ല. തെളിവില്ലെങ്കിൽ കോടതിക്ക് അതിനകത്ത് കമന്റ് ചെയ്യാനോട്ട് സാധിക്കുകയില്ല. അത് സ്വാഭാവികമാണ്. അങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു കേസ്, ക്രിമിനൽ കേസിന്റെ അകത്ത് പ്രത്യേകിച്ചും തെളിവാണ് പ്രധാനം. തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതി വിശ്വസിക്കൂ. തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ കോടതി ഒരിക്കലും ആ കേസിന്റെ അകത്ത് അതിനനുസരിച്ച രീതിയിൽ പ്രതികരിക്കില്ല എന്നാണ് എന്റെ അനുഭവവും എന്റെ അറിവും. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് നമ്മൾ സംശയത്തിൽ മുൻനിർത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹം നിയമപരമായ ഒരു ഘട്ടത്തിലും ഇല്ല. ഇപ്പോൾ കേസിലോ പ്രതിയല്ല, ഇങ്ങനെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. UDF അധികാരത്തിലെത്തിയാൽ ഈ കേസിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പ്രതികളുടെ ശക്തിയെ കണ്ടെത്താൻ തരത്തിലുള്ള ഒരു ഉടനന്വേഷണത്തിന് UDF ആലോചിക്കും. അല്ല, അതിനൊരു വഴിത്താരെയാണ് ഇപ്പോഴത്തെ ഈ കോടതിയുടെ ഈ പുതിയ തീരുമാനം. കാരണം എന്താ വെച്ചാൽ തെളിവുകൾ കിട്ടുമ്പോൾ കോടതി അഭിപ്രായങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത് ആ സമയത്തുള്ള ഒരു പാർട്ടിയുടെ തീരുമാനം, നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ഞാനത് വിടുകയാണ്. അതവരാലോചിക്കും, ആലോചിക്കട്ടെ.